വർഷത്തിന്റെ രേഖയൊന്നുമില്ല. 10-450 വർഷമായി ആയെന്നുള്ളത് ഐതിഹ്യമാലിക്കത്തുള്ളത് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതായത് എത്ര വർഷമായെന്നുള്ളത് എത്ര തലമുറയായെന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. ഞാൻ ഈ മൂവടത്ത് മഠത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ണാനായിട്ട് അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു 96 വയസ്സുള്ള ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ മുത്തശ്ശി 16 വയസ്സിൽ വേളി കഴിച്ച് കൊണ്ടുവന്ന മുത്തശ്ശി വേളി കഴിച്ച് കൊണ്ടുവന്ന ആ വർഷവും ഞങ്ങൾ നമ്മുടെ ഇവിടെ നിന്ന് മൂവടത്ത് ചെല്ലുവാരെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തൊട്ടേ ഉണ്ട് ഇത്. കഴിഞ്ഞ പ്രാവശ്യം 4 മണിക്കൂർ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടു. കാരണം ഭയങ്കര കാറ്റും മഴയാണ്, വള്ളം നീങ്ങുകയല്ല, വള്ളത്തെ ഓളടിച്ച് വള്ളത്തെ വെള്ളം കയറുക. ആരും കെട്ടിയിട്ടു 4 മണിക്കൂർ കെട്ടിയിടേണ്ടി വന്നു. 6-8:30 അവിടെ ചെന്നപ്പം. 450 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കോഴഞ്ചേരിക്ക് അപ്പുറം കാട്ടൂർ എന്ന സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ അന്നത്തെ ഒരു മുത്തച്ഛൻ ആറന്മുള ഭക്തനായിരുന്നു. അപ്പൊ അത് എല്ലാ തിരുവോണത്തിനും ഒരു പൂണൂലിട്ട് ഉണ്ണിക്ക് കാല് കഴിച്ചുവിട്ട് കഴിഞ്ഞ ശേഷമേ ഉള്ളൂ അദ്ദേഹം ആഹാരം കഴിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ചിങ്ങമാസ തിരുവോണത്തിന്റെ അന്ന് ആരും എത്തിയില്ല. അങ്ങനെ വിഷണനായിട്ട് പുള്ളി ഇദ്ദേഹം ഇരിക്കുമ്പോൾ ഒരു ഉണ്ണി കയറി വരുന്നു. കുളിച്ചിട്ട് വരാൻ പറയും. കുളിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആഹാരം കൊടുത്തു, സദ്യയെല്ലാം കൊടുത്ത് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ കാണുന്നില്ല. അങ്ങനെ അശരീരിയായിട്ട് കേൾക്കുകയാണ്, അടുത്ത വർഷം മുതൽ നിങ്ങൾ തന്നാൽ മതി എനിക്ക് ആഹാരം, അത് ആറന്മുള അമ്പലത്തിൽ കൊണ്ട് തരണം എന്ന് പറഞ്ഞു. അന്നേരമാണ് നമുക്ക് മനസ്സിലായത് ഭഗവാനായിരുന്നു വന്നിരുന്നു എന്നുള്ളത്. ഈ ആറന്മുള അമ്പലത്തിൽ കൊണ്ട് കൊടുക്കുന്നതിന് പകരമാണ് ഈ തിരുവോണത്തോണിയെ കൊണ്ട് കൊണ്ടുപോകുന്നത്. പിന്നെ 2-3 വർഷം കഴിഞ്ഞിട്ടാണ് പറയുന്നത് നിങ്ങളിവിടെ താമസിക്കേണ്ട, എൻ്റെ സഹോദരി കുമാരനെല്ലൂരുണ്ട്, അങ്ങോട്ട് പൊക്കോളൂ. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഇവിടുന്നും അതുപോലെ തന്നെ പോയി കൊണ്ട് കൊടുത്തോടെ. അങ്ങനെയാണ് അവിടെ ഈ 18 വീട്ടുകാരുണ്ടാക്കിയതാണ് ഈ തിരുവോണത്തോണി. അവരുടെ ഉരലിനകത്ത് ഇടിച്ച് അരി കൊണ്ടാണ് സദ്യ ഉണ്ടാക്കുന്നത്. ഇപ്പോഴും അതെ, മെഷീൻ ഇതൊന്നും അല്ല, ഉരലിനകത്ത് ഇടിച്ച് അരി കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഇത് തുടർന്ന് പോകുന്നപ്പോഴത്തേക്കിനും ഒരു വർഷം ഇന്നപോലെ കൊള്ളക്കാർ ആക്രമിക്കാനായിട്ട് വന്നു ഈ തിരുവോണത്തോണിയെ. ഇന്നപോലെ മറ്റ് നാട്ടുകാരെ ചെറു വള്ളങ്ങളുമായിട്ട് വന്ന് ഇതിനെ വന്ന് രക്ഷിച്ചു. ഇപ്പൊ രാജാവിന്റെ കാലത്താണ്, രാജാവ് പറഞ്ഞിട്ടാണ് ഈ പള്ളിയോടം ഉണ്ടായത്. പള്ളിയോടം ഉണ്ടാക്കി പിന്നെ ഈ തിരുവോണത്തോണി പോകുമ്പം തിരുവോണത്തോണി അകമ്പടി സേവിച്ച് പള്ളിയോടം ആറന്മുളക്കടവ് വരെ വരും. ഇപ്പോഴും അങ്ങനെ തന്നെ. അങ്ങനെയാണ് പള്ളിയോടം ഉണ്ടായതും. അത് കഴിഞ്ഞ് പിന്നെ അത് പള്ളിയോടത്തിന്റെ അത് ആറന്മുള വള്ളംകളിയായിട്ട് മാറ്റി, ഉത്രട്ടാതിക്ക് വള്ളംകളിയായിട്ട് മാറ്റിയതും പിന്നീട് മത്സര വള്ളംകളിയാക്കിയതും ഇപ്പൊ വള്ളസദ്യ നടക്കുന്നതും എല്ലാം ഇതിന്റെ പേരില്ല. മുഖ്യ കാരണം തിരുവോണത്തോണിയാണ്. തിരുവോണത്തോണിയുടെ കീഴിലാണ് ഇതെല്ലാം വരുന്നത്. തിരുവോണത്തോണി പിതാവാണെങ്കിൽ മക്കളാണ് പള്ളിയോടം. തിരുവോണത്തോണിക്ക് പ്രാധാന്യം കൊടുത്താൽ മാത്രമേ പള്ളിയോടത്തിന് പ്രാധാന്യം കിട്ടുകയുള്ളൂ. അതിപ്പോ 450 വർഷമായിട്ട് നടന്നു വരുന്നുണ്ട്. ഇതുവരെ നിന്നിട്ടില്ല, ഒരു പ്രാവശ്യം പോലും മുട്ടിയിട്ടില്ല. അതാണ് അതിന്റെ അത്ഭുതം. ഈ ഇല്ലത്ത് ഒരു പെരവാലാമ ഉണ്ടാകുമോ, ഒരു അശുദ്ധി ഉണ്ടാകുമോ ചെയ്തിട്ടില്ല. അശുദ്ധി അങ്ങനെ ഉണ്ടായാൽ നിന്ന് പോകുമല്ലോ, അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ചിങ്ങമാസത്തിൽ അശുദ്ധി ഉണ്ടാകാറില്ല, ജനനവും മരണവും ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ എല്ലാ വർഷവും തുടർന്നു. കുടുംബത്തിലെ കാർന്നവർ വേണം പോകാൻ. കുടുംബത്തിൽ ആരാണോ കാർന്നവർ അദ്ദേഹം പോകണം. 2020 ചേട്ടൻ മരിച്ചു. 20 തൊട്ടാണ് ഞാൻ പോകുന്നത്. അടുത്ത ഇനി ഞാൻ എന്റെ കാലം കഴിഞ്ഞാൽ ചേട്ടന്റെ മോൻ. അങ്ങനെ കുടുംബത്തിലെ കാരണവരാരാണോ അദ്ദേഹം വേണം പോകാൻ. അങ്ങനെയാണ് ഇത് തുടർന്ന് പോകുന്നത്. ഇവിടുന്ന് സാധാരണ മൂലത്തിന്റെ അന്ന്, അതായത് തിരുവോണത്തിന് 4 ദിവസം മുമ്പ് ഇവിടെ ഇറങ്ങും. ഉച്ചയാകുമ്പോൾ ഇറങ്ങും. സാധാരണ ഞങ്ങളുടെ കാരണവന്മാര് പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്കിനും ഈ കണ്ടത്തിന്റെ ഇടവഴി ചെറിയ തോടുണ്ടായിരുന്നു, ആ തോട്ടിൽ കൂടിയായിരുന്നു പൊക്കോണ്ടിരുന്നത്. അതൊക്കെ ഇപ്പൊ കണ്ടത്തിൽ കൃഷിയൊന്നും ഇല്ലാത്ത കാരണം അടഞ്ഞു പോയി. അതായത് ഇപ്പൊ കായൽ വഴി വേണം പോകാനായിട്ട്. ഇപ്പൊ ഞാൻ പോകാൻ തുടങ്ങിയ പിന്നെ ഞാൻ മൂലത്തിന്റെ അന്ന് വൈകുന്നേരം ചക്രത്തുകാവിലാണ് തങ്ങുന്നത്. അവിടെ അവർ നമുക്ക് റൂമൊക്കെ തരും, ആഹാരം തരും, ഭക്ഷണം കഴിച്ച് അവിടെയാണ് കിടക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അവിടുത്തെ ഭഗവാനെ തൊഴുത് കുളിയെല്ലാം കഴിഞ്ഞ് മൂടത്തില്ലത്താണ്. അത് വർഷങ്ങളായിട്ട് ഇപ്പൊ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് മൂടത്തില്ലത്താണ് പോരാടത്തിന്റെ അന്ന് ആഹാരം. പണ്ടൊക്കെ വൈകിട്ടത്തെ ഈ ഊന്നുകാർക്കുള്ള വൈകിട്ടത്തെ ആഹാരം അവിടുന്ന് പാഴ്സലായിട്ട് കൂടെ കൊണ്ടുപോകുമായിരുന്നു. ഇപ്പം അതില്ല. ഇപ്പം പള്ളിയോട സേവകക്കാർ ഊന്നുകാർക്കുള്ള അവിടെ ഉണ്ടാക്കും, അവിടെ അത് റെഡിയാക്കും, നമ്മളൊന്നും അറിയണ്ട. ഞാനങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് അവിടുന്ന് ആറന്മുളയ്ക്ക് പോവുകയാണ്. ആറന്മുള വൈകുന്നേരം ഒരു 7 മണിയോട് കൂടി ആറന്മുള എത്തും. ആറന്മുള എത്തിയാൽ എനിക്ക് മതക്കകത്ത് കയറാൻ മേല, ഗസ്റ്റ് ഹൗസിലകത്ത് താമസിക്കുകയുള്ളൂ. അന്ന് മതക്കകത്ത് തിരുവോണം കഴിയാതെ കയറാൻ മേല. അങ്ങനെ ഗസ്റ്റ് ഹൗസിൽ കിടക്കും. പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് കാട്ടൂർക്ക് പോകും. കാട്ടൂർക്ക് പോയാൽ അയിരൂർ പുതിയ കാവില് ഈ വള്ളം ചെന്നിട്ടേ ഉള്ളൂ ഉച്ചപൂജ നടക്കുകയുള്ളൂ. അടുത്ത ഉച്ചപൂജ കഴിഞ്ഞ് അവിടുന്ന് നേരെ കാട്ടൂരിൽ നിന്ന് അതിനിടയ്ക്ക് വൈദ്യരുടെ അവിടെ ഒരു സ്വീകരണമുണ്ട്. വൈദ്യരുടെ അവിടെ സ്വീകരണം കഴിഞ്ഞ് കാട്ടൂരി ഉച്ചയാകുമ്പോഴത്തേക്കും ചെല്ലും. അവിടെ ഊണും എല്ലാം കഴിഞ്ഞ് വിശ്രമിച്ച് വൈകുന്നേരം 6:30 ആകുമ്പം കരക്കാരും ഇതെല്ലാം കൂടി ആ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ഒരു വിളക്ക് കൊളുത്തിക്കൊണ്ട് തോണിയെ കയറുക. തോണിയെ കയറി നിക്ഷേപമാരി വെളുപ്പിനെ വന്ന്
അവിടെ കുളിച്ച് തട്ടുടുത്ത് കുളിയെല്ലാം കഴിഞ്ഞ് വെളുപ്പിനെ ആകുമ്പോഴത്തേക്കിന് ക്ഷേത്രക്കടവിൽ വരും. ക്ഷേത്രക്കടവിൽ വന്നു കഴിഞ്ഞാൽ ഈ വിളക്ക് അമ്പലത്തിനകത്ത് കത്തിക്കും. അത് കെടാവിളക്കായിട്ടിരിക്കും. അടുത്ത വർഷം ഉത്രാടത്തിന്റെ അന്ന് രാത്രിയിൽ അത് കെടുത്തുകൊള്ളൂ. അപ്പൊ ഇന്നത്തെ വർഷം അത് എങ്ങനെ നിൽക്കും, അങ്ങനെ കെടാവിളക്കായിട്ടിരിക്കും. അതാണ് പ്രധാന ഇത്. അകത്ത് വിളക്ക് കത്തിച്ചതിന് ശേഷം ഒരു ഗണപതി നേദ്യമുണ്ട്. ഗണപതി നേദ്യം കഴിഞ്ഞാൽ അരി ഇളക്കുക. നമ്മളോട് ചോദിച്ചിട്ടാണ് അരി ഇളക്കുന്നത്. ശർക്കര ഇതെല്ലാം എടുക്കുക. ഇതിന് വേണ്ടിയിട്ട് നേദിക്കാനായിട്ട് വേണ്ട അമ്പലത്തിനകത്തോട്ട് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് അളന്ന് എടുക്കുന്നതൊക്കെ അത് കഴിഞ്ഞാണ്. അത് കഴിഞ്ഞ് പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ അവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ ആ മണ്ഡപത്തിനകത്തുണ്ട്. മണ്ഡപത്തിൽ നട അടച്ച ശേഷമേ ഉള്ളൂ നമ്മൾ അവിടെ നിന്ന് പോരുള്ളൂ. പണ്ടത്തെ കാര്യം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം പണ്ട് ഈ ഷോർട്ട് കട്ട് വഴിയാണ് വള്ളം പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കായൽ വഴി വേണം പോകാൻ. കാവാലം വഴിയെല്ലാം പോയിട്ടാണ് ഈരേറ്റുപുറത്ത് വന്ന് അങ്ങനെയാണ് ചക്കുളത്തുകാവിൽ തങ്ങുന്നത്. ചക്കുളത്തുകാവിൽ തങ്ങാൻ തുടങ്ങിയിട്ട് അതിനാളായില്ല. ഈ 2020 മുതലാണ് ചക്കുളത്തുകാവിൽ തങ്ങുന്നത്. 2018 പ്രളയം വന്നപ്പോഴത്തേക്കിനും ആ വർഷം കാരനാണ് വന്നത്, ചേട്ടനായിരുന്നു. അത് അന്നേരം ആറന്മുളയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, വള്ളത്തെ വരണ്ട, ഇവിടെ മുഴുവൻ ചേറും ഇതൊക്കെയാണ്, ഇങ്ങോട്ട് വരാൻ മേല. അത് കാരണം കാരനാണ് പോയത്. കാരന് നേരെ പോകുമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അത് പ്രകൃതിയുടെ ഇത് കാരണം ഉണ്ടോ അങ്ങനെ വന്നതാണ്. തുടക്കത്തിന്റെ ചരിത്രങ്ങളൊന്നും നമ്മുടെ ഇല്ല. ഇങ്ങനെയാ പൊക്കോണ്ടിരുന്നതെന്നുള്ള ഐതിഹ്യമാരൊക്കെ വന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയൊക്കെ എഴുതിയ അതല്ലാതെ നമ്മുടെ രേഖകളൊന്നുമില്ല. അന്ന് എത്ര വള്ളമുണ്ടെന്നൊന്നും രേഖയില്ല. തിരുവോണത്തിന്റെ സദ്യയുണ്ട്. വള്ളസദ്യ 100 വർഷം പോലും ആയില്ല തുടങ്ങിയിട്ട്. ഈ അടുത്ത കാലത്താണ് തുടങ്ങിയത്. വള്ളസദ്യ എന്ന് പറയുന്നത് പള്ളിയോടെ സേവാ സംഘത്തിന്റെ ഒരു ഫണ്ടിന് വേണ്ടിയിട്ടുമൊക്കെ കൂടി തുടങ്ങിയത്. അത് ശരിക്കും വലിയ വഴിപാടല്ല. പിന്നെ അത് ഇപ്പൊ വഴിപാടാക്കി മാറ്റിയതാണ്. ഈ അടുത്ത കാലത്തുണ്ടായതാണ്. നേരത്തെ അങ്ങനെ പള്ളിയോടെ വള്ളസദ്യ ഒന്നും ഇല്ലായിരുന്നു. വള്ളസദ്യയൊക്കെ വന്ന അടുത്ത കാലത്താണ്. ആ പള്ളിയുടെ സേവാ സംഘത്തിന് അവർക്ക് പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ ഉണ്ടായി. ഒരു കമ്മിറ്റിയൊക്കെ വന്നേ പിന്നെയാണ് ഇതുണ്ടായത്. നേരത്തെ അങ്ങനെയൊന്നും കമ്മിറ്റിയൊന്നും ഇല്ല. ഓരോ ദേശത്തൊന്നും പള്ളിയോടം വരിക, ഇത് ഇവർ തമ്മിലൊന്നും ഇതായിട്ടൊന്നും ഇല്ല, സംഘടനയൊന്നും ഇല്ല. ഇപ്പൊ അങ്ങനെയല്ല. പള്ളിയോടത്തിനും എല്ലാത്തിനും സംഘടനയുണ്ട്. അന്ന് അങ്ങനെയൊന്നും ഇല്ല. ഓരോ കരക്കാരെ കൊണ്ടുവരിക എന്നുള്ള ഒരു വള്ളംപത്തി പങ്കെടുക്കുന്നു, പോകുന്നു, അത്രയുള്ളതൊന്നുമില്ല. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാ വള്ളത്തിലും രജിസ്ട്രേഷനും എല്ലാം ഉണ്ട്. ഒരു നിയമാവലി വെച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് ഇപ്പൊ പോകുന്നത്. പക്ഷെ അതാണ് നല്ലത്. ഒരു നിയമാവലി ഉള്ളത് എപ്പോഴും നല്ലതാണ്. അങ്ങനെയാണ് ഈ വള്ളം കൂടുതൽ വന്നത്. ഓരോ കരക്കാർക്കും വള്ളം വേണമെന്ന് വിചാരിച്ചത് അങ്ങനെയാണ്. നമ്മളത് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളെ അവിടുത്തെ സ്വത്തെല്ലാം ദേവസ്വത്തിലോട്ട് കൊടുത്തിരുന്നു. അത് ദേവസ്വത്തിൽ നിന്ന് അതിന്റെ ഇതിന്റെ ചിലവായിട്ട് എടുത്തോളൂ അവര്. നമ്മുടെ സാന്നിധ്യം മതി. നമ്മുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അത് നമുക്ക് ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകുമൊന്നും വേണ്ട. എല്ലാം അവിടെ എടുത്തോളൂ. പിന്നെ അരി ഇളക്കുമ്പോഴും ഒക്കെ നമ്മളോട് ചോദിച്ചിട്ടാണ്. അതുപോലെ പൂജ സമയത്തും എല്ലാം നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഈ തിരുവോണത്തിന്റെ അന്ന് നമ്മൾ രാവിലെ മുതൽ അത്താഴപൂജ കഴിയുന്നിടം വരെ നമ്മൾ അമ്പലത്തിലുണ്ട്. അത്താഴപൂജ കഴിയുമ്പം ഇതിന്റെ നീക്ക് ബാക്കിയെന്നും പറഞ്ഞൊരു കിഴി നമുക്ക് തരും. അത് നമ്മൾ ഭണ്ണാരത്തിൽ ഇട്ടച്ച് തൊഴുതിട്ടാണെങ്കിൽ പോരുന്നത്. കരമാർഗമാണ് വരുന്നത്. രാത്രിയിൽ ഇവിടുന്ന് പോകുന്ന വള്ളം രാവിലെ തിരുവോണത്തിന്റെ അന്ന് രാവിലേക്ക് പോരുവരും. ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് അത്താഴപൂജ കഴിഞ്ഞ് അടച്ച് കഴിഞ്ഞ് ഞാൻ വരുള്ളൂ. 2012 പള്ളിയോടെ സേവാ സംഘം ഒരു വള്ളം നമുക്ക് തന്നായിരുന്നു. അപ്പോൾ അതേലാ പോകുന്നത്. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് കൂടുതലായിട്ട് പഴയ വള്ളം ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് അതിന് ചെറിയ കേടുപാടുകൾ വന്നപ്പോൾ പള്ളിയോടെ സേവാ സംഘം പുതിയ വെള്ളം പണിത് തന്നു. ഇല്ല, അതിൽ അത്യാവശ്യം വല്ല ഉണക്കലരിയോ ശർക്കരയോ കടലപ്പഴോ വല്ലതും ഉണ്ടായതുകൊണ്ട് അത് കുറച്ച് പൂജയ്ക്ക് ചെറിയൊരു ഇത് മാത്രം. അല്ല, പണ്ടുമൊന്നും കൊണ്ടുവന്നില്ല. പണ്ടുമെല്ലാം അവിടുന്ന് എടുക്കുക. അവിടെ പണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോഴേ അവിടുത്തെ സ്വത്തെല്ലാം കൊടുത്ത് ദേവസ്വത്തിലേക്ക് കൊടുത്തിരിക്കുക. അപ്പൊ അത് ഇതിനു വേണ്ടിയിട്ടാണ്, ഈ തിരുവോണത്തോണിയുടെ ഇതിനു വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് അവരെടുത്തോണം, അതിന് വേണ്ടിയിട്ട് കൊടുത്ത സ്വത്തെല്ലാം. ഈ കാട്ടൂര് ഞങ്ങൾക്ക് അവിടെ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. അതെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തു. എന്നിട്ടാണ് ഞങ്ങൾക്ക് പോകുന്നത്. അല്ലല്ല, അന്ന് പള്ളിയോടെ ഇല്ലല്ലോ. പള്ളിയോടെ സേവാ സംഘത്തിനല്ല, ദേവസ്വത്തിനാണ് കൊടുത്തത്. ദേവസ്വം ബോർഡിന്. ഏത് വർഷത്തിലാണ് കൊടുക്കുന്നത്? അത് വർഷം ഞാൻ പറഞ്ഞില്ല, 450 വർഷത്തിന്റെ രേഖയൊന്നും ഇല്ല. 450 വർഷമായി ആയെന്നുള്ളത് ഐതിഹ്യമാരിക്കത്തുള്ളത്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതായത് എത്ര വർഷമായെന്നുള്ളത്, എത്ര തലമുറയായെന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. ഞാൻ ഈ മൂവടത്ത് മഠത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ണാനായിട്ട് അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു 96 വയസ്സുള്ള ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ മുത്തശ്ശി 16 വയസ്സിൽ വേളി കഴിച്ച് കൊണ്ടുവന്ന. അന്നേരം ഈ വിളിപ്പിടി ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ ചെല്ലുമാരെന്ന് പറഞ്ഞു. ആ മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി വേളി കഴിച്ച് കൊണ്ടുവന്ന ആ വർഷവും ഞങ്ങൾ നമ്മുടെ ഇവിടെ നിന്ന് മൂവടത്ത് ചെല്ലുമാരെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തൊട്ടേ ഉണ്ട് ഇത്. കൂടെ വള്ളത്തിൽ വരുന്ന അത് ഇന്ന കുടുംബക്കാർ അങ്ങനെയല്ല ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. സാധാരണ ഇവിടെ ആരെങ്കിലും ഹിന്ദുക്കൾ നേരത്തെയൊക്കെ ഊന്നാൻ അറിയാവുന്നവർ വേണമായിരുന്നു. ഇപ്പൊ കായലിനകത്ത് ചെല്ലുമ്പോഴത്തേക്കും മെഷീൻ വെക്കുമായിരുന്നു. കായലിൽ മെഷീൻ ഊന്നാൻ വലിയ പാടാ, മോട്ടർ വയ്ക്കും. അപ്പൊ അത് ഓടിക്കാനായിട്ട് അറിയാവുന്ന ആൾ വേണം. പിന്നെ ഹിന്ദുക്കൾ മാത്രമേ ആവുള്ളൂ. അമ്പലത്തിൽ കയറാവുന്നവരെ കൊണ്ടുപോകുള്ളൂ. അപ്പൊ അതിനകത്ത് വെള്ളം കുടിയോ മദ്യപാനോ അങ്ങനെയൊന്നുമില്ല.
ഒന്നുമില്ലാത്ത ആൾക്കാരെ കൊണ്ടുപോകും. അച്ഛൻ പോകുന്നതും മുത്തപ്പൻ പോകുന്നതും മുത്തശ്ശൻ പോകുന്നതും കണ്ടിട്ടുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയുന്നില്ല ഇത്. ഈ കോട്ടയത്ത് മാതൃഭൂമി വന്നേ പിന്നെയാണ് മാതൃഭൂമി മനോരമയും തമ്മിലുള്ള മത്സരത്തിന്റെ പുറത്താണ് ഇത് ഇത്രയും കേമായത്. അവർ പത്രത്തിനകത്ത് കൊടുക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ ചാനലുകാർ പുറകെ വന്നു. നേരത്തെ ആരും അറിയുന്ന പോലുമില്ല ഇവിടുന്ന് പോകുന്നത്. മുത്തശ്ശരൊക്കെ പോകുമ്പോഴത്തേന് ഞങ്ങളുടെ കുടുംബത്തുള്ള 5-8 പേര് വള്ളം പോകുന്ന സമയത്ത് അവിടെ ചെന്ന് നിൽക്കുമെന്നുള്ള അല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നു. അന്ന് അവര് പോകുമ്പോഴും ഇപ്പൊ ചേട്ടൻ പോകുമ്പോഴുമായിട്ട് എന്താ വ്യത്യാസം തോന്നുന്നത്? ആ രീതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ? ആ രീതിയിൽ ഇതാ ഞാൻ പറഞ്ഞില്ലേ, ആരും അറിയുന്നില്ല ഇങ്ങനെയൊരു സാധനം പോകുന്നത്, ആർക്കും അറിയാൻ മേല. ഇപ്പൊ ഈ ചാനലുകാരും ഒക്കെ വന്ന കാരണേ ഇപ്പൊ എല്ലായിടത്തും ഒരുപാട് സ്ഥലത്ത് നിന്ന് വിളിക്കുന്നുണ്ട്, ഒരുപാട് പേര് വരുന്നുണ്ട്. പോകുന്നതെന്ന് തന്നെ വലിയ ആളായിരുന്നു. ഇവിടെ എം എൽ എ എല്ലാ വർഷവും വരും. ചടങ്ങുകളിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ട്? ഒരു ചടങ്ങിലും വ്യത്യാസം, ചടങ്ങെല്ലാം അതുപോലെ തന്നെ. കുമാരനല്ലൂര് അമ്പലത്തിൽ ശൈശകമുണ്ട്. അന്നത്തെ ദിവസം ആ ശൈശകം കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അത് കഴിയുമ്പോൾ എല്ലാവരും പോയി പിരിഞ്ഞു കഴിയുമ്പോൾ ആ ശൈശകത്തിന്റെ പായസം എല്ലാവർക്കും പ്രസാദം പോലെ വിതരണം ചെയ്യും. പേഴ്സണലി ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ യാത്രക്കിടയിൽ? യാത്രക്കിടയിലെ ബുദ്ധിമുട്ട് ഈ കായലിനകത്തൂടെ പോകുന്നതാണ്. കാറ്റും മഴയും വന്ന് കഴിഞ്ഞ പ്രാവശ്യം 4 മണിക്കൂർ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടു. കാരണം ഭയങ്കര കാറ്റും മഴയാണ്. വള്ളം നീങ്ങുകയല്ല, വള്ളത്തെ ഓളടിച്ച് വള്ളത്തെ വെള്ളം കയറുക. അതാരും കെട്ടിയിട്ടു 4 മണിക്കൂർ കെട്ടിയിടേണ്ടി വന്നു. 6:08 അവിടെ ചെന്നപ്പം 6:07 ചെല്ലണ്ട. ചെറുപ്പമായിട്ടുള്ള പിള്ളേരുടെ കാഴ്ചപ്പാട് എങ്ങനെയാ? അവർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള താല്പര്യമുണ്ട്. ഇത് ഭഗവാൻ തന്ന വരദാനല്ലേ, അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം എന്നുള്ള അവർക്ക് നല്ല ഉത്സാഹം. ഞങ്ങൾ അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറുന്നുണ്ട്. ഇതിനെപ്പറ്റി ഓരോ കാര്യങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ ഇല്ലത്തെ ഒരുക്കങ്ങളൊക്കെ എന്തൊക്കെയാ? എല്ലാവരും ഇല്ലത്തെ സദ്യയായിട്ട് ഉള്ള രീതിയിൽ ഒരുപാട് ബന്ധുക്കാരും എല്ലാം വരും, നാട്ടുകാരും എല്ലാവരും വരും. നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഓണം മൂലം ഞങ്ങൾക്ക് ഇവിടെ ഉത്രട്ടാതി വള്ളംകളിയുണ്ട്, ഊരുചുറ്റി വള്ളംകളി. അതുവരെ ഞങ്ങൾക്ക് ഓണം മൂലം ഉത്രട്ടാതി വരെ ഞങ്ങൾക്ക് ഓണം. ഈ കുമാരനല്ലൂർ അമ്പലത്തിന്റെ ഊരുചുറ്റി വള്ളംകളിയുണ്ട്. മത്സരമൊന്നുമല്ല, ഈ വഞ്ചിപ്പാട്ട് പാടി. പണ്ട് ആറന്മുളയിലും അങ്ങനെയായിരുന്നു, വഞ്ചിപ്പാട്ട് പാടി ഉള്ളത്. ഇപ്പൊ മത്സര വള്ളംകളിയാക്കി ഇപ്പഴാ. ഇതിങ്ങനെ ഊരി ചുറ്റി ഇങ്ങനെ കറങ്ങി വരും, കുടമാളൂർ വഴി എല്ലാം കറങ്ങി ആ അമ്പലത്തിന്റെ അവിടെ തിടങ്ങി അവിടെ തന്നെ വരും. രാവിലെ പോയാൽ പറയൊക്കെ എടുത്ത് വള്ളംകളി വഞ്ചിപ്പാട്ട് പാടി പോയാൽ വൈകുന്നേരം 6-7 ആകുമ്പോഴത്തേനും ആ കടവിൽ തന്നെ വരും. എന്നിട്ട് കരവഞ്ചിയായിട്ട് അമ്പലത്തിലോട്ട് പോകും. കർക്കിടക മാസത്തിലെ പിള്ളേരോടം മുതൽ ഒരു മാസത്തേക്ക് വ്രതമായിരിക്കും. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് തറവാട്ടിൽ പോയി തൊഴുത് ദേവാലയം നടക്കുമ്പോൾ തൊഴുതിട്ട്, ഇപ്പം മേലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കുമാരനല്ലൂർ അമ്പലത്തിൽ ദർശനം നടത്തിയതിന് ശേഷമേ ഉള്ളൂ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വ്രതമായിട്ട് ആയിട്ടാണ് പോകുന്നത്. എപ്പോഴും ഭഗവാന്റെ ഉള്ളിൽ എപ്പോഴും ഭഗവാനായിരിക്കും. ഭഗവാന്റെ വിചാരം മാത്രമേ ഉള്ളൂ ഉള്ളില്. ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് എപ്പോഴും ഈ ഒരു മാസക്കാലം എപ്പോഴും ഭഗവാനാണ്. ദേവാലയത്തിന് പ്രതിഷ്ഠ എന്താ? ഭഗവാൻ ആത്മ ഭഗവാൻ